ഞാൻ 2 കാലം സുഖമില്ല, അതുകൊണ്ടാണ് എനിക്ക് അവിടെ പോയി നിന്ന് സംസാരിക്കാൻ വയ്യാത്ത. 2 കാലം സുഖമില്ലാത്ത ഒരാളാണ്. എനിക്ക് ഇസ്തിഗാസയെ സംബന്ധിച്ചാണ് ചോദിക്കാനുള്ളത്. അതായത് നമ്മളെ ഓരോ നാടുകളിലും അനവധി പള്ളികളുണ്ട്. ഒരുപാട് ആളുകൾ ആ പള്ളിക്കാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ. എൻ്റെ പിതാവ് മരിച്ചുപോയി, നിങ്ങളുടെ പിതാക്കന്മാരുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്താണ് ജനങ്ങൾ ഈ പെരുമ്പടപ്പിലേക്കും മമ്പുറത്തേക്കും അതുപോലെ വലിയ വലിയ ദർഗകളിലേക്കും ജനങ്ങൾ ചെല്ലുന്നതും? അവിടെ ജനങ്ങൾ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത്. അവർ നമ്മൾ ഹുദൂൻ തദല്ലുലും അത് പാടില്ല, അത് തെറ്റാണ്. നമ്മൾ അത് പല മൗലവിമാരിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരുപാട് പള്ളികളിൽ ഒരുപാട് മയ്യത്തുകൾ ഓരോ പള്ളിക്കാടുകളിലുണ്ട്. എന്താണ് ജനങ്ങൾ അവിടെ പോയിട്ട് 10,000 ആളുകൾ പോയിട്ട് അവിടെ ചെന്നിട്ട് അവർക്ക് ഒരു ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. ഒരു കാര്യം കിട്ടാതെ അവരവിടെ പോവില്ലല്ലോ. ഈ കാര്യത്തെപ്പറ്റൊന്നും അറിയണം. എൻ്റെ പേര് മൂസക്കുട്ടി, ഞാൻ ഈ നാട്ടുകാരനാണ്, കാഞ്ഞൂർ. ബഹുമാന്യനായ മൂസക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിൻ്റെ ചോദ്യം, നമ്മുടെ നാടുകളിൽ ഒരുപാട് പള്ളികളിൽ പല ആളുകളുടെയും ഖബറുകൾ പ്രത്യേകമായി സന്ദർശിക്കപ്പെടുന്ന രൂപത്തിലുണ്ട്. അവിടെ പോയി ഭക്തി ആദരവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിനൊക്കെയുള്ളൊരു കാരണം? യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് എന്നല്ല മനുഷ്യ ചരിത്രത്തിൽ തന്നെ ബഹുദൈവാരാധന ഷിർക്കിൻ്റെ ആരംഭം മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ലോകത്ത് ആദ്യമായി ഷിർക്കുണ്ടായത് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൊട്ട് മുമ്പുള്ള ജനതയിലാണ്. അന്ന് ഷിർക്ക് വന്നത് ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച് മരിച്ചുപോയ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ 5 മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇവരൊക്കെ അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ നാമങ്ങളാണ്. അവർ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനതയിൽപ്പെട്ടവരായിരുന്നു. അവർ മരിച്ചപ്പോൾ പിശാചവർക്ക് ഉത്ബോധനം നൽകി, നിങ്ങളുടെ മജ്ലിസുകളിൽ, സദസ്സുകളിൽ അവരുടെ രൂപം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഇബാദത്തിന് കൂടുതൽ ഒരു ഭക്തി കിട്ടാൻ നല്ലതാണ്. അങ്ങനെ അവർ രൂപമുണ്ടാക്കി വെച്ചു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഫലം തുഅബദ്, അന്നവർ ആരാധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നീട് തലമുറകൾ മാറി വന്നു. വനുസിഖത്തിൽ ഇൽമു ഔ വതനസ്സഖൽ ഇൽമു, ആളുകൾ തലമുറ മാറി വന്നപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവ് ഇല്ലാത്ത സാഹചര്യമുണ്ടായി. അത്തരം ഘട്ടം വന്നപ്പോഴാണ് ഉബിദത്ത്, ഇവർ ആരാധിക്കപ്പെട്ടത്. ഇതാണ് എല്ലാ കാലത്തും സംഭവിക്കാറുള്ളത്. ഒട്ടുമിക്ക സമൂഹങ്ങളുടെയും ഷിർക്ക് നാം പരിശോധിക്കുമ്പോൾ മഹാന്മാരുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ തന്നെയാണ് അവരെ ഷിർക്കിൽ കൊണ്ടുപോയി എത്തിച്ചത്. ഇനി ക്രിസ്ത്യാനികളോ ഹൈന്ദവ സഹോദരങ്ങളോ ആരാവട്ടെ, അവർ ബഹുദൈവ ആരാധന ചെയ്യുന്നുവെങ്കിൽ അതും അവർ മഹാന്മാരായി കാണുന്ന ആളുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അതിര് കവിയലുകളാണ് അതിലേക്ക് അവരെ എത്തിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ആ രംഗത്തുള്ള എല്ലാ പഴുതുമടച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖബറുകൾ കെട്ടിയുയർത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. ഉയർത്തപ്പെട്ട ഖബർ ഉണ്ടെങ്കിൽ നിരപ്പാക്കി വിടണമെന്നും പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹായി മക്കയിലേക്ക് വന്ന് ആ കഅബയിൽ കയറുന്നതിന് മുമ്പായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച 2 ദൗത്യങ്ങളിൽ ഒന്ന്, വലാ ഖബ്റൻ മുസ്ലിഫൻ ഇല്ലാ സബ്ബൈത, ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിടാൻ പാടില്ല എന്ന അധ്യാപനമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഖലീഫയായി ചുമതലയേറ്റപ്പോൾ അബുൽ ഹയ്യാജുൽ അസദി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച ദൗത്യത്തിന് ഞാൻ താങ്കളെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അബുൽ ഹയ്യാജുൽ അസദിയെ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞയച്ച ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ ദൗത്യമാണ് അവിടെ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിർവഹിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ഈ ഒരു വല്ലാത്തൊരു വേദനാജനകമായ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല.
ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായ വിഷയാവതരത്തിൽ, മക്കയിൽ ഉയർത്തപ്പെട്ട ഖബറുകളെ നിരപ്പാക്കാൻ കൽപ്പിക്കുന്നതായി രാജാക്കന്മാരെ ഞാൻ കണ്ടു. വലം അറൽ ഫുഖഹാഅ യഈബുന ദാലിക്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരും അതിനെ ആക്ഷേപിക്കുന്നതായി ഞാൻ കണ്ടില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. ശേഷമുള്ള പണ്ഡിതന്മാർ ആ നിലയ്ക്ക് തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ രംഗത്ത് സമൂഹത്തിന് അബദ്ധം സംഭവിച്ചു. അവിടെ ഖബറുകൾ നിരപ്പാക്കാൻ പറഞ്ഞിടത്ത് ഖബർ ഉയർത്താനാണ് പഠിപ്പിച്ചത്. ആ ഉയർത്തലിനെ പുണ്യമായി കൊണ്ടുവന്നു. ശേഷം അത് സിയാറത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന മറവിൽ അത് ചില പ്രത്യേകമായ കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തപ്പെടുകയും അവിടെ വന്ന് ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന, ഖബറാളിയോട് സങ്കടം പറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സഹോദരൻ സൂചിപ്പിച്ച പുത്തമ്പള്ളി അടക്കം മമ്പുറം, ഏറുവാടി, പൊന്നാനി, പുതുപൊന്നാനി അടക്കമുള്ള ഏത് ജാറത്തിങ്കിൽ ചെന്നാലും കാണാൻ കഴിയുന്ന എന്താ, ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും അവിടെ ചെല്ലുന്നു. രോഗം ശിഫയാവാൻ, സന്താനമുണ്ടാവാൻ, ജോലി ശരിയാവാൻ, വിസ കിട്ടാൻ, കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ എല്ലാം ഖബറുകൾ ചെന്ന് ഖബറാളിയോട് തേടുന്നു. ഈ തേട്ടം ഇസ്ലാം പഠിപ്പിച്ചതല്ല, അനുവദിച്ചതല്ല. ശേഷം ആ ആളുകളെ പേരിൽ, കറാമത്ത് എന്ന പേരിൽ പല കഥകളും പ്രചരിപ്പിക്കപ്പെട്ടു. ഇല്ലാത്ത കുറെ കെട്ടുകഥകൾ കറാമത്ത് എന്ന പേരും പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിലൂടെ ആ ശൈഖന്മാരാണ് ഇപ്പോഴും ഖബറിൽ കിടന്നുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്നത്, അവരാണ് എവിടെ വിളിച്ചാലും ഓടിയെത്തുന്നത് എന്ന പ്രചാരണം വന്നു. മുഹിദ്ദീൻമാലയും നിഫാഴിമാലയും നഫീസ്മാലയും ബദറുമാലയും മഞ്ഞക്കുളമാലയും കുത്തുബിയത്തും അടക്കമുള്ള പദ്യഗദ്യ സമ്മിശ്രങ്ങളായ സംഗതികളിൽ അതാണ് പഠിപ്പിക്കപ്പെട്ടത്. കുത്തുബിയത്തിൽ കാണാമല്ലോ, വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫതിഹി അജബ്തുഹു മുസ്രിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഒറ്റക്ക് നിന്ന് ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി 1000 പ്രാവശ്യം യാ ഗൗസ് യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ അവന് ഉത്തരം ചെയ്യും എന്ന് മൊയ്തീൻ ഷെയ്ഖ് പഠിപ്പിച്ചുവെന്ന് തമിഴ്നാട്ടുകാരൻ സദഖത്തുല്ലാഹിൽ കാഹിലി എന്ന മുസ്ലിയാർ എഴുതി വെച്ചു. അത് സമൂഹം ഏറ്റെടുത്തു. മുഹിദ്ദീൻ മാലയിൽ വല്ലനീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബൈബൂടാതെ തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് സ്ഥലത്ത് തന്നെ വിളിച്ചാലും ശരി, അവന്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും എന്ന് എഴുതി വെച്ചു. എവിടുന്ന് വിളിച്ചാലും, ഭാഷ പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല, എവിടുന്ന് വിളിച്ചാലും ശരി, വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഉത്തരം ചെയ്യുമെന്ന് പഠിപ്പിക്കപ്പെട്ടു. മലയാളത്തിലാണെങ്കിൽ CM സ്മരണിക എന്ന പുസ്തകത്തില് അവരത്ത് കുഞ്ഞിശ്ശേരിക്കോയ തങ്ങൾ എന്ന് പറയുന്ന AP സുന്നികളുടെ നേതാവ്, അയാൾ ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിൽ ഔലിയാക്കന്മാരെ പറ്റി പരിചയപ്പെടുത്തിയത് അവർ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നാണ്. അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും എന്ന് നേർക്കുനേരം മലയാളത്തിൽ എഴുതി വെക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്ര കൊടിയ ശിർക്കിലേക്ക് എത്തിച്ചത് ഒന്നാമതായി മഹാന്മാരുമായി ബന്ധപ്പെട്ട അതിരു കവിയലാണ്. ഇസ്ലാം പഠിപ്പിച്ച ലിമിറ്റുണ്ട്, അതിരുണ്ട്, അവിടെ നിന്നില്ല, അതിര് കവിഞ്ഞു. ഉലുവ് അൽ ഉലുവ് ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞു. അത് മുഖേന അവർ വഫാത്തിന് ശേഷവും നമ്മളെ കാണുമെന്നും നമ്മുടെ സംസാരം കേൾക്കുമെന്നും നമ്മുടെ വിളി കേൾക്കുമെന്നും നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്നും അവർ ഓടിയെത്തുമെന്നും ഭാഷ പ്രശ്നമല്ലാതെ ദേശം പ്രശ്നമല്ലാതെ ലോകത്തെവിടുന്ന് വിളിച്ചാലും ശരി വായ പൂടും മുമ്പ് ഉത്തരം ചെയ്യുമെന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടപ്പോഴാണ് നമ്മുടെ നാടുകളിൽ ഇത്തരം കേന്ദ്രങ്ങൾ സജീവമായത്. അതോടൊപ്പം അത് വരുമാന മാർഗമായി മാറുകയും ചെയ്തു. പല പള്ളികളും ഇന്ന് മുന്നോട്ട് പോകുന്നത് ജാറത്ര വരുമാനം കൊണ്ടാണ്. നേർച്ചപ്പട്ടികൾ സ്ഥാപിക്കപ്പെട്ടു, അങ്ങോട്ട് നേർച്ച ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ പല ആവശ്യങ്ങൾക്കും അവിടെ വരുന്ന ആളുകളും സംഭാവന കൊടുക്കുന്ന രീതി കൊണ്ടുവന്നു. അതിലൂടെ കണക്കല്ലാത്ത വരുമാനങ്ങൾ ജാറങ്ങളിൽ നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് പ്രേരിപ്പിക്കാൻ ആളുണ്ടായി. അല്ലാതെ ഇസ്ലാമിക ചരിത്രത്തിൽ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്കതിന് ഒരു പിൻബലവും കാണുക സാധ്യമല്ല. പ്രവാചകന്റെ ഖബറോ സ്വഹാബത്തിന്റെ ഖബറോ താബികളുടെ ഖബറോ അടക്കമുള്ള അഹ്ലുസുന്നയുടെ ആദ്യകാല പണ്ഡിതന്മാരുടെ ഖബറുകളിൽ അവരുടെ നിർദ്ദേശപ്രകാരം ആ നിലക്കുള്ള ഒരു രീതിയും പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കുന്നില്ല. പിൽക്കാലത്ത് അവരുടെയും പേരിൽ പിന്നെ കൊമ്പുണ്ടാക്കി, പിന്നെ കെട്ടിയുയർത്തി, പിന്നെ അത് കേന്ദ്രമാക്കി മാറ്റി എന്നതല്ലാതെ
അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഗ്രന്ഥങ്ങളുടെ അധ്യാപന പ്രകാരം അത്തരമൊരു രീതി സ്വീകരിച്ചതായി കാണുന്നില്ല. പിൽക്കാലക്കാരായ പണ്ഡിതന്മാരിൽ ചില മുക്കല്ലിദുകളായ മദ്ഹബി പക്ഷപാതികളായ ചില ആളുകളാണ് ന്യായമുണ്ടാക്കി കൊണ്ടുവന്ന് മഹാന്മാരാണ് എന്നും അതുകൊണ്ട് പ്രത്യേകം സ്മരിക്കേണ്ടതാണ് എന്നും ബർക്കത്തിന് കേന്ദ്രമാണ് എന്നൊക്കെ ന്യായം പറഞ്ഞിട്ട് അതിനെ പഴുതുണ്ടാക്കി അതിലൂടെ ഈ വഴി തുറന്നു കൊടുത്തത് എന്നതാണ് ചുരുക്കി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞെനിക്ക് ഏറെക്കുറെ മനസ്സിലായി. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം, സിയാറത്ത് ചെയ്യുന്നത് അവിടെ ചെന്ന് ജനങ്ങൾ ചെന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രോഗം മാറ്റിത്തരണേ, ഇതൊക്കെ അക്സാകായത്തിൽ ഹുദൂവത്തെ ദല്ലൂലി വളരെ താഴ്മയോടും വിനയത്തോടു കൂടിയാണ് ആ വ്യക്തി അവിടെ ചെന്ന് പറയുന്നത്. എൻ്റെ തർക്കതല്ല, അത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. മറിച്ച് ഈ ജനങ്ങൾ അവിടെ ചെല്ലുന്നത് ഓരോ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടിയാണ്. ഇപ്പം എൻ്റെ അറിവിൽപ്പെട്ട ഒരു ദർഗയാണ് പെരുമ്പടപ്പ് കുഞ്ഞോബ് മുസ്ലിയാർ അന്ത്യവിശ്രമമുള്ള സ്ഥലം. ഏകദേശം 100 ചില്ലാൻ കൊല്ലത്തെ പഴക്കമുണ്ട്. ഇവിടെ ഈ ജനങ്ങൾ ചെന്നിട്ട് ഈ ജനങ്ങൾ അവിടെ ചെന്നിട്ട് ആ കിടക്കുന്ന മഹാനവറുകളോട് സങ്കടം ബോധിപ്പിച്ച് അവർക്ക് ആ ഉദ്ദേശ സാഫല്യം കിട്ടുന്നുണ്ട് എന്നല്ലേ നമുക്ക് വരുത്തി തീർക്കേണ്ടത്. അപ്പം ആ മരിച്ചു കിടക്കുന്ന ആളെ കൊണ്ട് ആ ചോദിക്കുന്ന ആൾക്ക് സഹായം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഒരു പ്രാവശ്യം പോവും, രണ്ടാമത്തെ പ്രാവശ്യം പോവും. അത് ആ ഡോക്ടറെ കൊണ്ട് പിന്നെ ആ രോഗിക്ക് ആ രോഗം മാറുന്നതിന് പിന്നെ ആ ഡോക്ടറെ നമ്മൾ പോയില്ലല്ലോ. ഇത് ആയിരക്കണക്കിന് ജനങ്ങളാണല്ലോ ആ ദർഗയിലേക്ക് ചെല്ലുന്നത്. അപ്പം ഈ ജനങ്ങളുടെ ആ ഉദ്ദേശം അവിടുന്ന് ശരിയാവുന്നുണ്ട്. ആ ദർഗയിൽ കിടക്കുന്ന ആ മഹാനവറുകളെ കൊണ്ട് ഇവരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്, സഹായം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പുത്തമ്പള്ളിക്ക് ഈ കണ്ട കാലം വരെ പോകേണ്ട ആവശ്യമില്ല. 100 ചില്ലാൻ കൊല്ലത്തെ പഴക്കമുള്ള ആളാണ് അവിടെ കിടക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരണ്ട് ഈ ജനങ്ങൾ ഇങ്ങനെ കടമാനം ചെല്ലുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, അത് ശിർക്കനാണ്, പാടില്ല, അള്ളാഹു അല്ലാത്ത ആൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു. ഈ ദർഗയിൽ കിടക്കുന്ന ആളെ കൊണ്ട് ഈ ചെല്ലുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശം ശരിയായി കിട്ടുന്നുണ്ട്. അതിന്റെ തെളിവല്ല ഈ ജനങ്ങൾ ഇങ്ങനെ ശരവർഷമില്ലാതെ അവിടെ ചെല്ലുന്നത്. എനിക്ക് അതിന്റെ ഇതാണ് മനസ്സിലായത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം അതാണ്, അവിടെ ചെല്ലുന്ന ആൾക്ക് ഫലം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും വരുന്നത്. പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം ചർച്ചക്കെടുത്തിട്ടുണ്ട്. 2-3 രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിന് മറുപടി നൽകിയത്. ഒന്ന്, ഉത്തരം കിട്ടുന്നു എന്നത് ഒരിക്കലും ഒരു കാര്യം ശരിയാവാനുള്ള തെളിവല്ല, മാനദണ്ഡമല്ല. 2, ആ ഉത്തരം ആ ഖബറാളി അല്ല ഒരിക്കലും നൽകുന്നത്, ഖബറാളി അത് അറിയുന്നു പോലുമില്ല. സമാനമായി നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ എന്നല്ല ലോകത്ത് 700 ചില്ലാനും കോടി മനുഷ്യന്മാരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളാണ്. അവര് ഈസാ നബിയോടും മറിയം ബിയോടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി പോലുള്ള പത്രങ്ങളിൽ എല്ലാ ദിവസവും കാണാം ഉപകാരസ്മരണ എന്ന കോളങ്ങൾ. അതെന്താ? വിശുദ്ധനായ ഇന്ന ആളുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഉദ്ദിഷ്ട കാര്യം സിദ്ധിച്ചതിന് ഉപകാരസ്മരണ. അപ്പൊ അവരുടെ കാര്യം നടപ്പാകുന്നുണ്ട്. അത് ഈസാ നബിയാണോ നടപ്പാക്കുന്നത്? മറിയം ബീവിയാണോ ശരിയാക്കി കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം നാളെ പരലോകത്ത് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിചാരണ ചെയ്യുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബിയോട് ചോദിക്കും, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, എന്നെയും എൻ്റെ മാതാവിനെയും റബ്ബിനെ പുറമെ ഇലാഹുകളായി സ്വീകരിക്കണമെന്ന് നീയാണോ ഈസാ പറഞ്ഞത്? അദ്ദേഹം പറയും, ഇല്ല റബ്ബേ സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ പറയില്ലല്ലോ. ഞാൻ അവർക്കിടയിൽ ജീവിച്ചിരുന്ന കാലത്തോളം ഞാനിതിൽ സാക്ഷിയാണ്. അവരോട് ഞാൻ തൗഹീദെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഫലമ്മാ തവഫൈതനി, നീ എന്നെ പരിപൂർണമായി ഏറ്റെടുത്തതിന് ശേഷം കുന്ത അൻത റഖീബ്, പിന്നെ നീയാണ് എല്ലാം നിരീക്ഷിക്കുന്നവൻ. അപ്പൊ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ട് ആകാശലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കോടാനുകോടി ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്ന കാര്യം ഈസാ നബി അറിയുന്നു പോലുമില്ല എന്ന് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് പറയുമെന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ പറയുന്നു, ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട്, ഞങ്ങൾ കാര്യം സാധിക്കുന്നുണ്ട്. ഗുരുവായൂരിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഒരു വർഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ശബരിമലയിലേക്ക് നമ്മൾ കാണുന്നു സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ കൊല്ലവും. ഒരു പ്രയോജനമില്ലാതെയാണോ അവർ പോകുന്നത്? പലരും പറയുന്നു പ്രയോജനമുണ്ട്. പണ്ട് ചേന്നൻ അബൂബക്കർ ഹാജി പോയി, അയാൾക്കും അയാളെ ഭാര്യ ഗർഭിണിയായി മാറി, സന്താനമുണ്ടായി, പത്രങ്ങളിൽ വന്നു അന്ന്. അപ്പൊ അവിടെ പോയിട്ട് കിട്ടിയല്ലോ. എന്തുകൊണ്ട് കിട്ടി?
പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം, ഒന്നുകിൽ അല്ലാഹു തആല ഒരു പരീക്ഷണം എന്നോണം അവൻ നൽകുന്നു. ഈ നന്ദികെട്ട പണിക്കവൻ പോകുമ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് അല്ലാഹു തആല അവന്റെ ആവശ്യം നിർവഹിക്കുന്നു. റബ്ബ് നൽകുന്നു, പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് അവൻ ഖബറാളിക്ക് വകച്ചു കൊടുക്കുന്നു. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒന്നുകിൽ രണ്ടും സ്വാഭാവികമായി ഒത്തുവന്നതായിരിക്കാം. ലാലി അജ്ലി ദുആഇഹി, ദുആ കാരണമായി കിട്ടിയതാകണമെന്നില്ല. റബ്ബ് അയാൾക്ക് നിശ്ചയിച്ച തീരുമാനപ്രകാരം സമയമായപ്പോ അയാൾക്ക് പ്രശ്നം തീർന്നു. ഇയാൾ പോയതും ഈ പ്രശ്നം തീർന്നതും അത് ഒരു സമയത്തായിപ്പോയി എന്നേ ഉള്ളൂ. ഈ പോയതും അതും ബന്ധമുണ്ടാവില്ല. അതുമല്ലെങ്കിൽ ദാഇയുടെ ഇൽത്തിറാറ്, അയാൾ നിർബന്ധിതാവസ്ഥയിൽ ഉള്ള പ്രാർത്ഥനയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയതായിരിക്കാം, അല്ലാതെ ഈ ഖബറാളി കൊടുത്തു എന്നതല്ല. എന്നിട്ട് ജലാലുദ്ദീൻ സുയൂത്തി ഇപ്പോൾ ആളുകൾ പറയുന്നു, വഖദ് കാനൽ കുഫാറു യദ്ഊന ഫയുസ്തജാബു ലഹും മഅ ദുആഇഹിം വ തവസ്സുലിഹിം. അതായത് അവിശ്വാസികളായ ആളുകൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു തആല അവർക്കും ഉത്തരം കൊടുത്തിട്ടുണ്ട്. അവരുടെ വിഗ്രഹങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് വിഗ്രഹങ്ങൾ കൊടുത്തതല്ലോ. ശേഷം സുയൂത്തി റഹിമഹുല്ലാഹ് ഒരു ആയത്തും കൊടുക്കുന്നു, കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി മിൻ അത്വാഇ റബ്ബിക്. എല്ലാവർക്കും അല്ലാഹു തആല തന്റെ ഔദാര്യം അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിൽ അവരും കിട്ടി എന്നേയുള്ളൂ. നമ്മുടെ നാട്ടിൽ പണ്ട് പറയലോ, ചക്കട്ടപ്പം മുയലിട്ടീന്ന്, അതുകൊണ്ട് പിറ്റേന്ന് പോയി ചക്കട്ട കിട്ടിക്കൊള്ളുന്നില്ല. ആയിരക്കണക്കിന് മനുഷ്യന്മാർ വരുമ്പോ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് എന്തെങ്കിലും സംഗതി കിട്ടുന്നു. ഇനി അതിനൊക്കെ അപ്പുറത്ത് അതൊന്നും അല്ലെങ്കിൽ ഒരു പക്ഷെ പിശാച് ചിലപ്പോൾ ചില കോപ്രായങ്ങൾ കാണിക്കും, അവൻ ആ വിശ്വാസം വരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി. അല്ലാതെ ഖബറിൽ കിടക്കുന്ന ഖബറാളി ഇവന്റെ വിളി കേൾക്കുകയോ ആ പ്രശ്നം അറിയുകയോ അതിൽ ഇടപെടുകയോ അത് പരിഹരിക്കുകയോ ചെയ്യുന്നില്ല എന്ന കാര്യം തീർച്ചയാണ്, അത് സാധ്യവുമല്ല. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സ്വഹാബിമാരും റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നിട്ട് നബിയോട്, നബിയെ ഞാൻ രോഗിയാണ്, എനിക്ക് സന്താനങ്ങളില്ല, ഞാൻ കടക്കാരനാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നം പറഞ്ഞത് സ്വഹിയായ വഴിയിൽ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അവരാരും അത് ചെയ്തിട്ടില്ല. നബിയുടെ ഖബർ ഉണ്ടായിട്ട് ആ ഖബർ നിലകൊള്ളുന്ന റൂമിൽ തന്നെ താമസിച്ച ആയിഷ റളിയല്ലാഹു അൻഹ 48 കൊല്ലത്തോളം ജീവിച്ചിട്ട് ആയിഷ ബീവിക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ നബിയെ വിളിച്ചു പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഭരണരംഗത്ത് 4 ഖലീഫമാർക്ക് പല പ്രയാസങ്ങളിലായിട്ട് അവരാരും ആ വഴി സ്വീകരിച്ചിട്ടില്ല. എങ്കിൽ ഉത്തരം കിട്ടുന്നു എന്നുള്ളത് ഒരു കാര്യം ശരിയാണ് എന്നുള്ള തെളിവല്ല. മാത്രമല്ല, തെറ്റായ വഴിക്ക് പോയാലും ചിലപ്പോൾ ആവശ്യം പൂർത്തീകരിക്കപ്പെടാം. പോക്കറ്റ് അടിച്ച പണവുമായി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും, വ്യഭിചരിച്ചാലും സന്താനമുണ്ടാകും. പക്ഷേ അതുകൊണ്ട് വ്യഭിചാരം ശരിയാന്ന് വരൂല, അതുകൊണ്ട് പോക്കറ്റടി ന്യായമാണ് എന്ന് വരില്ല. എനിക്ക് ഉത്തരം കിട്ടിയല്ലോ, എനിക്ക് പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ, 10-15 കൊല്ലമായി കുട്ടികളില്ല, വ്യഭിചരിക്കാൻ പോയതൊരു കുട്ടിയുണ്ടായി, എൻ്റെ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കില്ല. വിശന്ന് പൊളിയുന്ന ഒരാൾ കട്ടിട്ടാണെങ്കിലും പോയി ഭക്ഷണം കഴിച്ചു വിശപ്പ് മാറി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ മോഷണം ന്യായമായി മാറുകയില്ല. എന്നതുപോലെ തന്നെ ഒരു സംഗതിക്ക് ഫലമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല അത് ശരിയും തെറ്റും തീരുമാനിക്കപ്പെടുന്നത്. ഇനി ഫലമില്ലെങ്കിൽ ആ കാര്യം ശരിയല്ല എന്ന് വരോ? ഇല്ല. റഹ്മാനായ റബ്ബിനോട് ഒരുപാട് മനുഷ്യന്മാർ ഇതുമായിരുന്നു, പല ആവശ്യം ചോദിച്ചു, പല ആവശ്യങ്ങളും നിറവേറി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അതിന് ഫലമില്ല എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബാണ് ഉത്തരം നൽകുന്നവൻ, അല്ലാതെ ഒരാൾക്കും ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയായാൽ ആ ഗർഭത്തെ ശിശുവിനെ നൽകിയത് അള്ളാഹുവാണ്. പുത്തമ്പള്ളിയിൽ പോയി തേടിയവനും ആ പ്രശ്നം പരിഹരിച്ചത് പുത്തമ്പള്ളി ഷെയ്ഖല്ല. ഷെയ്ഖ് അറിഞ്ഞിട്ടില്ല, ഷെയ്ഖ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. നാളെ പരലോകത്തിന് മുമ്പ് ഷെയ്ഖ് നിഷേധിക്കും. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. അന്റെ നാളിൽ ഈ ശിർക്കിനെ പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ നിഷേധിക്കുമെന്ന് സൂറത്ത് ഫാത്തിറിൽ പഠിപ്പിക്കുന്നു. അതേപോലെ സൂറത്ത് ഹഖാഫിൽ وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ആരാധ്യരായ ആളുകൾ, ആരാധിച്ച ആളുകളുടെ ശത്രുക്കളായി മാറും. ഈ ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അവരാരും ഇത് അറിയുന്നില്ല, ഇടപെടുന്നില്ല. മമ്പുറത്ത് പോയി പ്രാർത്ഥിച്ച്, പുത്തമ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പ്രശ്നം തീർന്നു പോകാൻ വരുമ്പോൾ മമ്പുറത്ത് തങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ആളുള്ളതും അറിയില്ല, അയാൾ വന്നതും അറിയില്ല, അയാൾക്ക് പ്രശ്നമുള്ളതും അറിയില്ല, ആ പ്രശ്നം ഇപ്പം മാറി എന്നും അറിയില്ല. അങ്ങനത്തെ ആളെ തന്നെ നമ്മുടെ തങ്ങൾക്ക് പരിചയമില്ല എന്നർത്ഥം. അതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു